അസ്സാം വലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത്, ഇന്നൊരു അൺബോക്സിംഗ് ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ചാനലിൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പുതിയൊരു ബ്ലെൻഡർ വാങ്ങിച്ചിട്ടോ. അപ്പോൾ ഇതാണ് പാനാസോണിക്കിൻ്റെ MXKM 3070 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന മോട്ടറിൻ്റെ മോഡലുണ്ട്. പക്ഷേ അതിനകത്ത് ഞങ്ങൾക്ക് ഗ്ലാസിൻ്റെ ജാറല്ല കിട്ടിയത്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ വെള്ള മോട്ടറാണ്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, ഗ്ലാസ് ജാറ് ലക്ഷ്യം വെച്ചുകൊണ്ട് വാങ്ങിച്ചതാണ്. 2 വർഷത്തെ വാറൻറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും ഐസ് ക്രഷിന് പറ്റിയൊരു ജാറാണിത്. പിന്നെ കോഫിയൊക്കെ പൊടിച്ചെടുക്കാൻ പറ്റിയൊരു മിക്സി ഗ്രൈൻഡർ ഉണ്ട്. ചെറുതായിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് പൊടിച്ചെടുക്കാൻ പറ്റിയൊരു മറ്റൊരു ജാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. 600 വാട്ടിൻ്റെ ഒരു മോട്ടറാണിത്. അപ്പോൾ എന്തായാലും ഞാനിത് തുറക്കുകയാണ് കേട്ടോ. ആദ്യം ഞാൻ ഈ മുകളിലുള്ള പ്ലാസ്റ്റിക് കവറ് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു അൺബോക്സിങ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ കുറവുകളോ കൂടുതലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മുകളിൽ തന്നെ ഇരിക്കുന്നത് ചെറിയൊരു പൊടിക്കുന്ന ജാറും പിന്നെ അതിൻ്റെ വലിയ ബ്ലെൻഡറിൻ്റെ ഒരു സ്പാച്ചിലയാണ്. അപ്പോൾ ഇതാണ് പൊടിക്കുന്ന ജാറ്. ഇത് നമ്മൾ സാധാരണ കാണുന്ന ജാറ് പോലെയല്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ തലകുത്തനെയാണ്. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ പിന്നെ തെർമോക്കോളിൻ്റെ പീസ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ താഴെയുള്ളത് ഇത് വലിയ ബ്ലെൻഡറിൻ്റെ മൂടിയാണ്. പിന്നെ ഇതാ നമ്മുടെ ഗ്ലാസിൻ്റെ വലിയ ബ്ലെൻഡർ. അത്യാവശ്യം നല്ല കനമുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും കനത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ അതിനകത്തുള്ളൊരു തെർമോക്കോൾ പീസാണ്. പിന്നെ അതിൻ്റെ ചോട്ടിലായിട്ട് മറ്റൊരു പൊടിക്കുന്നൊരു ചെറിയൊരു ചട്നി ഗ്രൈൻഡറുണ്ട്. പിന്നെ മോട്ടറാണ്. മോട്ടറിന് വലിയ കനമൊന്നുമില്ല കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച അത്ര കനമൊന്നുമില്ല. നമുക്കിത് കൊണ്ടു നടക്കാനൊക്കെ കുറച്ചും കൂടി സുഖമാണ്. ഇത് മലേഷ്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് സൗദിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒന്നാണ്. പിന്നെ അതിൻ്റെ മാനുവലുണ്ട്. അത് ഒക്കെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചാൽ മതി. ആദ്യത്തെ പേജിൽ തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷനും പവറിൻ്റെയും പിന്നെ ജാറിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. ജാറിൻ്റെ ഓരോ ഐറ്റംസും പ്രത്യേകം ഇന്നതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 4 ബട്ടൺസിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം. മോട്ടറിൻ്റെ മാനുഫാക്ചറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം അതിനകത്തേക്ക് വെള്ളമൊന്നും ഇറങ്ങാത്ത തരത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ 4 ബട്ടൺസ് ഇരിക്കുന്നുണ്ട്. ആദ്യത്തേത് ഓണും ഓഫും. പിന്നെ ഒന്നാമത്തേത് ഐസ് ക്രഷിന് പ്രത്യേകം, രണ്ടാമത്തേത് സ്മൂത്തിക്ക്, P1 +1 ആണ്. പിന്നെ ഈ ഒരു ബട്ടണിനകത്തേക്ക് വെള്ളമൊന്നും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ചൊരു പൊക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതെന്തായാലും ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ് കേട്ടോ. സാധാരണ ബട്ടൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് മിക്സി കേട് വരാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഈ വലിയ ബ്ലെൻഡർ ഇങ്ങനെ താഴെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ബ്ലേഡൊക്കെ നന്നായിട്ട് കറ പിടിച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. പിന്നെ ഒരു വാഷറുണ്ട്. അതാണ് ലീക്ക് പ്രൂഫായിട്ട് നമുക്ക് നന്നായിട്ട് ടൈറ്റാക്കി മൂടിയാൽ ലീക്കൊന്നും പുറത്തേക്കാവാതെ നമുക്കൊരു സംരക്ഷണം നൽകുന്നത്. പിന്നെ ഈ ബ്ലേഡിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ, സിഗ്സാക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഐസ് ക്രഷിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക മാനുഫാക്ചറിങ് ആണ് ബ്ലേഡിനുള്ളത്. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുകയാണ്. അത്യാവശ്യം കനമുള്ളത് കൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം ഉപയോഗിക്കാൻ. ഈ ജാറിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് മാക്സിമം 2 ലിറ്ററാണ് കേട്ടോ. എന്നാലും 1.5 ലിറ്റർ വരെ നമുക്കൊരു സമയം ജ്യൂസാക്കി എടുക്കാം. ഇതിൻ്റെ അടപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു കൊച്ചു മൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടർ കോഫിയൊക്കെ ചൂടോടെ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കൊച്ചു മൂടിയുള്ള അടപ്പുള്ളത് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇതിങ്ങനെ തുറന്നിട്ട് വേണം നമുക്ക് അടിച്ചെടുക്കാൻ. അപ്പം പിന്നെ ആ ഒരു ചൂടിൻ്റെ പ്രഷറിൽ മൂടിയൊന്നും പൊങ്ങിപ്പോയില്ല, അപകടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് അടച്ചു കഴിഞ്ഞാൽ നല്ല ടൈറ്റാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും വാഷറൊന്നും ഇല്ലാതെ ശരിയാകുമെന്ന്. പക്ഷേ ഇതിന് ഒരു 4 സ്റ്റെപ്പായിട്ടുള്ളതുണ്ട്. നല്ലൊരു വാഷർ ഇട്ട പോലെ തന്നെ നല്ല ടൈറ്റായിട്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണിത്. ഈ ഒരു 4 സ്റ്റെപ്പായിട്ടിരിക്കുന്നതിലാണ് നമുക്ക് നല്ല ലീക്ക് പ്രൂഫായിട്ട് ഈ മൂടിയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്.
പിന്നെ ഇത് നന്നായിട്ട് അടച്ചു കഴിഞ്ഞാൽ ഈ മൂടിയുടെ ബാക്കിലുള്ള ഈ ഒരു പോർഷൻ ഇത് ഇവിടെ അങ്ങ് ചാടി നിൽക്കും. അതായത് ആ ഒരു ജാറിനൊരു വക്കുണ്ട്, അതിനെ അങ്ങോട്ട് ടൈറ്റാക്കിയിട്ട് ചാടി നിൽക്കും. പിന്നെ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ പൊക്കിയിട്ട് തുറന്നാൽ മതി. അപ്പോൾ ഈ ഒരു മൂടിൻ്റെ ഒരു മെറ്റീരിയൽ റബ്ബർ അല്ലെങ്കിലും നമുക്ക് ഒരു റബ്ബർ പോലെയൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, ലീക്കൊന്നും ആവില്ല. അപ്പോൾ ഒരു അടിപൊളി ജാറാണിത് കേട്ടോ. പിന്നെ എന്തെങ്കിലും നമ്മൾ കട്ടിയിലുള്ളത് വല്ല പാൻകേക്ക് ബാറ്ററോ ഒക്കെ അടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മുകളിലൊക്കെ അടിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ താഴേക്കൊക്കെ പോകാൻ നല്ല ഉപയോഗമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വലിയ ബ്ലെൻഡറിൻ്റെ പ്രത്യേകതകൾ. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഐസ് ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് ഒന്ന് വെച്ചിട്ട് അടിച്ചെടുക്കാം. പിന്നെ രണ്ടാണ് സ്മൂത്തി ആക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴെ റബ്ബറിൻ്റെ വാഷറുണ്ട്. അപ്പോൾ അത് കാരണം മിക്സി അനങ്ങിയിട്ട് പുറത്തേക്ക് തെറിച്ച് പോകുന്നില്ല. പിന്നെ സാധാരണ മിക്സിയുടെ താഴെ ഉണ്ടാകും ഒരു ലോക്ക് ബട്ടൺ, അപ്പോൾ അത് ഇതിൻ്റെ താഴെ ഇല്ല. പക്ഷേ ഇതിൻ്റെ പവറിൻ്റെ ഈ ഒരു പ്ലഗിൽ ഫ്യൂസ് ഉണ്ട്. അപ്പോൾ ഓവർലോഡ് വന്നാലോ അല്ലെങ്കിൽ വോൾട്ടേജിൽ വല്ല പ്രശ്നമൊക്കെ വന്നാൽ ഈ ഫ്യൂസ് കട്ടായി പോകും. അപ്പോൾ അത് നമ്മുടെ മോട്ടറിനൊരു സംരക്ഷണമാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഐസ് ക്രഷ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ റെഡിമെയ്ഡായിട്ട് ഐസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഫ്രോസൺ ആയിട്ടുള്ള ബെറി എടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു മോട്ടറിൽ ഈ ജാറ് ഫിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിൽ ഒരു 2 ത്രികോണം കാണാം. അത് നമുക്ക് നേരെ നേരെ വെച്ചതിന് ശേഷം ഇനി വലത്തോട്ട് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പോയിൻ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ 2 ത്രികോണം ഫസ്റ്റ് നേരെ നേരെ വന്നു. ഇനി ഇത് മുന്നോട്ട് തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുക്കുമ്പോൾ ഈ താഴെ കാണുന്ന ഈ ഒരു വര ആ വരയിൽ ആ ത്രികോണം എത്തി. അപ്പോൾ ഇത് ലോക്കായി, ചെറിയൊരു ശബ്ദം ഉണ്ടാകും. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ 2 ആരയും നേരെ നേരെ വെച്ച് കഴിഞ്ഞു. പിന്നെ മുകളിലേക്ക് മുന്നോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഒരു ടിം എന്ന് പറഞ്ഞ ഒരു ശബ്ദത്തോട് കൂടിയിട്ട് ഇത് ലോക്കായി. പിന്നെ എടുക്കുമ്പോൾ തന്നെ അതേപോലെ തിരിച്ച് ബാക്കിൽ തിരിച്ചതിന് ശേഷം പൊക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ഐസ് ക്രഷ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഒരു 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ ഈ സ്ട്രോബെറി നന്നായിട്ട് ക്രഷായി കിട്ടി. നല്ല പവർഫുള്ളാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പാലോ മോരോ ഒക്കെ വേണമെങ്കിൽ ഒഴിച്ചിട്ട് ജ്യൂസാക്കി എടുക്കാം. ഞാൻ അപ്പോൾ തൽക്കാലം മോരൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി സ്മൂത്തിക്ക് വേണ്ടിയിട്ട് 2 എന്ന് പറഞ്ഞ ബട്ടണാണ് ഉപയോഗിക്കേണ്ടത്. അത്യാവശ്യം കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കിലേക്ക് തിരിച്ചെടുത്തതിന് ശേഷം പൊക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ്. നമ്മുടെ മുന്നേ ഉണ്ടാക്കിയ പോലെ ഒന്നുമല്ല, അതിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. നന്നായിട്ട് അരഞ്ഞിരിക്കുന്നു. അതുപോലെ കുടിച്ച ജ്യൂസ് പോലെ ഒന്നുമല്ല, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. 600 വാട്ട്സിൻ്റെ മോട്ടറിൻ്റെ പവർ ശരിക്ക് ജ്യൂസിൽ വന്നിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മുന്നേ ജ്യൂസ് കഴിക്കുമ്പോഴൊക്കെ ഇതിലിങ്ങനെ സ്ട്രോബെറിൻ്റെ പീസസ് കിട്ടുമായിരുന്നു. അതൊന്നുമില്ല, നന്നായിട്ട് ഉഷാറായിട്ടുണ്ട്. പാനസോണിക് ആൾ മോശക്കാരനല്ല. ഇനി ഡ്രൈ മില്ലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ ഇത്തിരി ഗരം മസാല പൊടിച്ചെടുക്കാൻ കേട്ടോ. കോഫി ഇപ്പം ഫ്രഷ് ആയിട്ടുള്ള കോഫീൻ്റെ അടുത്തില്ല. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ പൊടിച്ചിട്ടാണ് വാങ്ങുക. അപ്പോൾ എന്തായാലും ഞാൻ ഗരം മസാല ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. സാധാരണ ഈ സ്പൈസസ് ഒന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ പൊടിക്കാറ്. അപ്പം അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ തന്നെ കുറച്ചെടുത്തിട്ട് പൊടിച്ചെടുക്കണം. ഈ ഒരു ജാറിനകത്ത് മാക്സിമം ഒരു 50 ഗ്രാമൊക്കെയാണ് പൊടിക്കാനുള്ള കപ്പാസിറ്റി. അപ്പോൾ ഒരു മാക്സിമം 5 ടേബിൾ സ്പൂണൊക്കെ കണക്കാക്കിയിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ലോക്ക് ചെയ്യാം. ഇതിൻ്റെ ബ്ലേഡുള്ള ഭാഗം വെച്ചിട്ടാണ് നമ്മളിത് അടച്ചു കൊടുക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഈ ജാർ ഇങ്ങനെ ഫിറ്റ് ചെയ്യൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നും കേട്ടോ. എൻ്റെ വീട്ടിലൊരു പാനസോണിക്കിൻ്റെ മറ്റൊരു മോഡലാണ്. അപ്പോൾ എനിക്ക് വീട്ടിൽ പോയാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇത് ഒരു മാസമായപ്പോഴത്തിന് ഉപയോഗിച്ച് നല്ലൊരു പ്രാക്ടീസായി. അപ്പോൾ തുടക്കക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിലായിട്ട് പറഞ്ഞു തന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ക്രഷ് ചെയ്തെടുക്കുകയാണ്.
ഗരം മസാല ചൂടാക്കാതെ പൊടിച്ചത് കൊണ്ടാകാം എനിക്ക് കുറച്ചധികം സമയം എടുത്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, കുറച്ചൊരു തരിതരിപ്പായിട്ട് നമ്മുടെ പാകത്തിന് ഇവിടെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു സ്റ്റോറിങ് ബോട്ടിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഗരം മസാല പൊടിച്ചെടുക്കുമ്പോൾ എപ്പോഴും കുറേശ്ശെ പൊടിച്ച് വെക്കുകയാണ് നല്ലത്. ഒരുപാട് ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു രുചിയും മണമൊക്കെ കുറഞ്ഞു കിട്ടും. തേങ്ങ ഒന്ന് ചമ്മന്തിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ കഷ്ണങ്ങളും പച്ചമുളകും കറിവേപ്പിലയും ഇനി ഉള്ളിയും ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് പൊടിച്ച് നോക്കാം. ഇതിനകത്ത് ഇടുമ്പോഴും ഒരു 4 ടേബിൾ സ്പൂണൊക്കെ മാക്സിമം ഇടാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും പൾസ് ചെയ്തുകൊണ്ട് നമുക്കിതൊന്നും പൊടിച്ച് നോക്കാം. ചെറിയൊരളവിലാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊടിഞ്ഞു കിട്ടും. ഞാനിവിടെ ഇട്ടത് ഇത്തിരി തേങ്ങ കഷ്ണം കൂടി പോയെന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഒരു പീസ് അതിനകത്ത് അരയാതെ കിടക്കുന്നുണ്ട്. എന്നാലും ജസ്റ്റ് ഒരു ചമ്മന്തി അരക്കാൻ ഒപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ ചെറിയ തേങ്ങ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നാവും കേട്ടോ. രുചിയിലൊന്നും കുഴപ്പമില്ല, നല്ല തേങ്ങ ചമ്മന്തിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെ ആയിട്ടുണ്ട്. പിന്നെ ഇനി ഇത്തിരി ചട്നി ആക്കിയിട്ട് അരച്ചെടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ടേബിൾ സ്പൂൺ മാത്രം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്തെടുക്കാം. അപ്പോൾ ഞാനിതവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അരച്ച് നോക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ വെള്ളം പുറത്തേക്ക് ലീക്കാവുന്നുണ്ട് കേട്ടോ. ആകെ ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അത് മൊത്തം പുറത്തേക്ക് ഒഴുകി വരികയാണ്. അപ്പോൾ നമ്മുടെ ഒരു ചട്നി ഗ്രൈൻഡിങ് അങ്ങനെയുള്ളൊരു ഇന്ത്യൻ കുക്കിങ്ങിനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ജാറൊന്നും അതിന് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു മോഡലിലുള്ള പാനസോണിക്കിൻ്റെ തന്നെ മിക്സി ഉണ്ട്, അത് വാങ്ങിക്കായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ച പുതിയ മിക്സിയുടെ വിശേഷങ്ങൾ. എന്തായാലും ഉപയോഗിച്ച് ഇപ്പോൾ നല്ല പ്രാക്ടീസ് ആയിട്ടുണ്ട്. പിന്നെ ഗരം മസാല പൊടിച്ചെടുത്തപ്പം പറയാലോ, ഈ ഒരു പൊടിക്കുന്ന ജാറിൻ്റെ ആ ഒരു മെറ്റീരിയൽ ഒന്ന് കളറ് മങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് മുൻപും ഞാൻ ഇതേപോലെ ഗരം മസാല പൊടിച്ചെടുത്തപ്പം മുൻപുണ്ടായിരുന്ന മിക്സിയുടെ ആ ഒരു ഗ്ലാസ് അല്ലാത്തത് കൊണ്ട് ആ ഒരു മൂടിയുടെ കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. 200 റിയാലിനാണ് ഞങ്ങൾ ഈ ബ്ലെൻഡർ വാങ്ങിച്ചത്. പ്രധാനമായിട്ടും ബട്ടർ കോഫി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഗ്ലാസ് ജാർ തിരഞ്ഞു പോയതും ഈ ഒരു മോഡലിലേക്ക് എത്തിപ്പെട്ടതും. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ആവശ്യം വെച്ച് നോക്കുമ്പം ഇതിൽ നല്ലൊരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ട്. നല്ല പെർഫെക്റ്റ് ജ്യൂസറാണ്. പിന്നെ അതേപോലെ സ്മൂത്തി ഐസൊക്കെ ഇട്ടിട്ട് സ്മൂത്തി ആക്കി എടുത്താൽ നല്ലൊരു ടെക്സ്ചർ ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ ഗ്രൈൻഡിങ്ങിന് നല്ല ഡ്രൈ മില്ലർ പക്കാണ്, പക്ഷേ ചട്നി അടിക്കാൻ അത്ര നല്ലതല്ല കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഒരു മിക്സിയുടെ വിശേഷങ്ങൾ. അൺബോക്സിങ് വീഡിയോയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ ഒരു മാക്സിമത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയത്. പക്ഷേ കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് സജഷൻസ് ഉണ്ടെങ്കിൽ നിർദ്ദേശിക്കാം. അത് വെച്ചിട്ടൊക്കെയാണ് നമുക്ക് മുന്നോട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഇഷ്ടമായാലും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്തവരോടൊക്കെ ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.